പണ്ട് പോയൊരു സ്ഥലത്തേക്ക് വീണ്ടും ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ആ സ്ഥലം എത്രത്തോളം സ്പെഷ്യൽ ആയിരിക്കുമല്ലേ. വീണ്ടും നമ്മൾ US ഒന്നും ഇല്ലാതെ US കാലുകുത്താൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അമലിൻ്റെയും വൃന്ദയുടെ ഒപ്പമാണ് ഞാൻ. മറ്റു കൂട്ടുകാർ മുമ്പേ ഓൾറെഡി പോയിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ടെറസിൽ നിന്നും സ്മിത്തേഴ്സിലേക്ക് പോകുന്ന ഹൈവേ ആണ്. പോകുന്ന വഴി ഈ ഒരു അടിപൊളി കാഴ്ച കണ്ട് ഞങ്ങൾ വണ്ടി കുറച്ചു നേരം നിർത്തി. ഇതാണ് 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന മലനിരകൾ. 7 മലകൾ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് കിട്ടിയത്. സാധാരണ കോടമഞ്ഞിലും മേഘത്തിലൊക്കെ പൊതിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ കാണാൻ കിട്ടാറില്ലായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും നല്ല വിഷ്വൽ കിട്ടിയത്. സ്മിത്തേഴ്സിലേക്ക് പോകുന്ന വഴി കിറ്റിവാങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ ഉണ്ട് അലാസ്കയിലേക്ക്. ലാസ്റ്റ് ടൈം നമ്മൾ പോയ അതേ ഫിഷ് ലാഡറിലേക്കാണ് ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത്. അങ്ങനെ നമ്മൾ മെസഡിയനിലെ ഫിഷ് ലാഡറിലേക്ക് എത്തി. 100 കണക്കിന് സാൽമൺ മീനുകൾ നല്ല ഒഴുക്കിനെതിരെ നീന്തി ലാഡർ ചാടിക്കിടക്കുന്നത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും ഒരു 10 ഇരട്ടി മീനുകളെങ്കിലുമാണ് ഇത്തവണ നമുക്ക് കാണാൻ പറ്റിയത്. നമ്മളിവിടെ കാണുന്ന പസഫിക് സാൽമൺസിൻ്റെ ലൈഫ് സൈക്കിൾ വളരെ ഡിഫറെൻ്റ് ആണ്. കടലിൽ നിന്നും നല്ല ഒഴുക്കിനെതിരെയൊക്കെ നീന്തി വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ മറികടന്ന് ഇവർ ജനിച്ച ഒരു സ്ഥലത്ത് തന്നെ പോയി മുട്ടയിട്ട് മരിക്കുന്നതാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ. അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. ഇവർക്കിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ 2 ഡക്കുകളാണ് ഇങ്ങനെ പണിതിരിക്കുന്നത്. ഗിറ്റിയാനിയോ എന്ന് പറയുന്നത് നേറ്റീവ് അമേരിക്കൻസിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മീൻ പിടിക്കാനുള്ള റൈറ്റ് ഉള്ളത്. 2.5 ലക്ഷത്തിലധികം സാൽമൺസ് ആണ് ഓരോ വർഷവും ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. അങ്ങനെ പോകുന്ന മീനുകളെ ഇവർ ഈ ഡിപ്പ് നെറ്റ് ഫിഷിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് പിടിക്കുന്നത്. ഒരു ദിവസം തന്നെ ഏകദേശം 3000-ഓളം മീനുകളെ ഇവരിങ്ങനെ ഇവിടെ പിടിച്ചിടുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. കുറഞ്ഞത് ഒരു 40 ലക്ഷം തൊട്ട് 54 ലക്ഷം രൂപ വരെയാണ് ഇവർ മീൻ വിൽക്കുമ്പോൾ ഒരു ദിവസം ഇവർക്ക് കിട്ടുന്ന വരുമാനം. അങ്ങനെ സാൽമൺ റണ്ണുള്ള 3 മാസമാണ് ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മീൻ പിടിച്ച് വിൽക്കുന്നത്. ഈ കാണുന്ന വണ്ടിയിലൊക്കെയാണ് ഇവയെ കൊണ്ടുപോകുന്നത്. എല്ലാവരും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നിൽപ്പാണ്. മെയിനായിട്ടും സോക്കായി സാൽമൺസ് ആണ് ഈ ലാഡറിലൂടെ ചാടിപ്പോകുന്നത്. 99% സോക്കായികളും ഇതിലൂടെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. സിനൂക്കും അതുപോലെ തന്നെ കോഹോ എന്നൊക്കെ പറയുന്ന സാൽമൺസും വളരെ ചെറിയ ശതമാനം ഇതിലൂടെ പോകുന്നുണ്ട്. മെസീഡിയനിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഇനി നമ്മൾ പോകുന്നത് നേരെ സ്റ്റുവേർട്ടിലേക്കാണ്. പോകുന്ന വഴിയൊക്കെ വലിയ മലനിരകളാണ് കേട്ടോ. പോകുന്ന വഴിയാണ് നമ്മുടെ ഈ ബെയർ ഗ്ലേഷ്യർ പ്രൊവിൻഷ്യൽ പാർക്ക്. ഗ്ലേഷ്യർ ഇങ്ങനെ ഒഴുകിക്കിടക്കുന്നത് നമുക്ക് ഈ വഴിയിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഉള്ളതിൽ വളരെ ചെറിയൊരു ഗ്ലേഷ്യറാണിത്. എങ്കിലും ഗ്ലേഷ്യർ ആദ്യമായി കാണുന്നവർക്ക് ഇത് ശരിക്കും ഒരു നല്ല അടിപൊളി കാഴ്ച തന്നെയാണ്. ഇവിടെ നിന്നും കുറച്ചു നേരം ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റുവേർട്ടിലേക്ക് എത്താം. സ്റ്റുവേർട്ട് BCയിലെ തന്നെ ഒരു ബോർഡർ ടൗൺ ആണ്. പോപ്പുലേഷൻ വളരെ കുറവായി ടൗണിൽ ഏകദേശം ഒരു 500-നടുത്ത് ആളുകൾ മാത്രമാണ് താമസിക്കുന്നത്. വളരെ പഴയതും അതുപോലെ തന്നെ വളരെ ചെറിയ ഡൗൺ ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയാസ് എല്ലാം ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. സ്റ്റുവേർട്ടിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് നേരെ ഹൈഡറിലേക്കാണ്. അതായത് ശരിക്കും നമ്മൾ ഇനി കാലുകുത്താൻ പോകുന്നത് US നമ്മൾ നേരെ കാണുന്ന ബിൽഡിങ് അത് ബോർഡർ ഫോഴ്സിൻ്റെ ഓഫീസാണ്. നമുക്ക് പക്ഷേ ഇപ്പോൾ അവിടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ മതി. ഇപ്പം നമുക്ക് നേരെ ഡ്രൈവ് ചെയ്ത് നേരെ അലാസ്കയിലേക്ക് കയറാം. ഇനി നമുക്ക് തിരിച്ച് കാനഡയിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ കയ്യിൽ PR കാർഡോ അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസയോ ഉണ്ടായിരിക്കണം. സ്റ്റുവേർട്ടിൻ്റെ പോപ്പുലേഷനേക്കാളും പരിതാപകരമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ്റെ അവസ്ഥ. 2020 കണക്കനുസരിച്ച് വെറും 48 പേര് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് US ഭാഗമാണെങ്കിലും കാനഡയിലൂടെ ഡ്രൈവ് ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. വേൾഡിൽ ഇതുപോലെ തന്നെയുള്ള വേറെ കുറച്ച് സ്ഥലങ്ങളൂടെയുണ്ട്. ഓസ്ട്രിയയിലുള്ള ഒരു സ്ഥലത്ത് ജർമ്മനിയിലൂടെ മാത്രമേ ചെല്ലാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സ്പെയിനിലുള്ള ഒരു സ്ഥലത്ത് ആൻഡോറയിലൂടെ മാത്രമേ എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഫിഷ് ക്രീക്ക് വൈൽഡ് ലൈഫ് ഒബ്സർവേഷൻ സൈറ്റിലെത്തി. കരടികൾ എപ്പോഴും റോഡ് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബോർഡ് വോക്ക് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ബോർഡ് വോക്ക്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴും ഒരു കരടിയെപ്പോലും ഇവിടുന്ന് കാണാൻ പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ വൈൽഡ് ലൈഫിനെ കണ്ടു കഴിഞ്ഞാൽ അവരിവിടെ ഇങ്ങനെ ഇത് കുറിച്ചിടും. നമ്മൾ നടക്കുന്ന ആ ബോർഡ് വോക്കിലേക്ക് കരടി കയറാൻ നോക്കിയിട്ട് അതിനെ ബെയർ സ്പ്രേ വെച്ച് ഓടിക്കുന്നതിൻ്റെ ഫോട്ടോഗ്രാഫാണ് ഈ വെച്ചിരിക്കുന്നത്. ബെയർ വാച്ചിങ് ചെയ്യാൻ വേണ്ടി കയറുന്നിടത്ത് തന്നെ വെച്ചിരിക്കുന്നതാണ് 2 കരടിയുടെ തോലുകൾ. ഇത് ഗ്രിസ്ലി ബെയറിൻ്റെ ആണ് കേട്ടോ. അവരുടെ തലയോട്ടിയും നമുക്കിവിടെ കാണാം. ഒരു 500 തൊട്ട് 700 കിലോ വരെയൊക്കെയാണ് ഒരു മെയിൽ ഗ്രിസ്ലി ബെയറിൻ്റെ ഭാരം. അതുപോലെ തന്നെ ഒരു 200 തൊട്ട് 300 വരെയൊക്കെയാണ് ഫീമെയിലുകളുടെയും. 1200 PSI ആണ് ഇവയുടെ ഒരു ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ നഖം കണ്ടോ? ഇതൊക്കെ വെച്ചൊരു മാന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകത്തേ ഉള്ളൂ. നേരത്തെ ആ കണ്ട കളറും അതുപോലെ തന്നെ ഈ ഒരു നിറത്തിലൂടെയാണ് നമുക്ക് ഗ്രിസ്ലി ബെയറിനെ കാണാൻ പറ്റുന്നത്. ഈ ബെയറിൻ്റെ നഖങ്ങളായാലും നല്ല വളഞ്ഞു കൂർത്ത നല്ല ഷാർപ്പായിട്ടുള്ള നഖങ്ങളാണ്.
എന്തായാലും ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കരടികൾ വന്ന് സാൽമണെ പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കരടിയുടെ പഗ്മാർക്കാണിത്. എല്ലാവരും ബോർഡ് വോക്കിൽ സാൽമൺസിനെ കണ്ട് നിൽപ്പാണ്. ധാരാളക്കണക്കിന് സാൽമൺസ് ആണ് ഓരോ വർഷവും ഇവിടെ മുട്ടയിടാൻ വേണ്ടി എത്തുന്നത്. അവയെ പിടിക്കാൻ വേണ്ടിയിട്ട് ധാരാളം കരടികളും വൂൾഫും അതുപോലെ തന്നെ ധാരാളം പക്ഷികളും ഒക്കെയാണ് ഇവിടെ എപ്പോഴും ചുറ്റിക്കറങ്ങുന്നത്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ധാരാളം സന്ദർശകരാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. ബോർഡ് വോക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു തടാകമുണ്ട്. നല്ല നീല നിറത്തിലുള്ള വെള്ളമാണ്. അതിലാണെങ്കിൽ ധാരാളം താറാവുകളൊക്കെ നീന്തി നടക്കുന്ന കാഴ്ചയെ കാണാൻ നല്ല രസമാണ്. താറാവുകൾ മാത്രമല്ല കേട്ടോ, മറ്റു പലതരത്തിലുള്ള പക്ഷികളെ നമുക്കിവിടെ കാണാം. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മൾ അധികം ഒച്ചത്തിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ ഒന്നും പാടില്ല. നമ്മുടെ ഒച്ചത്തിലുള്ള സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ കരടിയും വുൾഫും ഒക്കെ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കുറേ നേരമായിട്ട് സാൽമണയൊക്കെ തന്നെ നോക്കി നിൽപ്പാണ് എല്ലാവരും. ഇതുവരെ ഒരു കരടി പോലും ഇറങ്ങി വന്നിട്ടില്ല. ഇന്നേ ദിവസം ഒരു ആനിമൽസിൻ്റെ സൈറ്റിംഗ് പോലും ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനു മുന്നേ ഉള്ള 2 ദിവസങ്ങളിൽ ഈ ക്രീക്കിൽ ധാരാളം ബ്ലാക്ക് ബെയറും അതുപോലെ തന്നെ ഗ്രിസ്ലി ബെയറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇവിടെ വിസിറ്റ് ചെയ്തവർക്ക് നല്ല സൈറ്റിംഗ് ആണ് കിട്ടിയത്. സാൽമൺ ഇടുന്ന മുട്ട കഴിക്കാൻ വേണ്ടിയാണ് ഈ പക്ഷികളെല്ലാം ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്. പക്ഷികളും മീനുകളൊക്കെ മാത്രമല്ല കേട്ടോ, ധാരാളം ചെറിയ ജീവികളുണ്ട് നമുക്ക് ചുറ്റും. പലതരത്തിലുള്ള എട്ടുകാലികളും പുഴുക്കളും ഒക്കെയാണ് നമുക്ക് ചുറ്റും. ഈ ബെയർ വാച്ചിങ് സൈറ്റിൽ ആകെപ്പാടെ $5 ഉള്ളൂ ടിക്കറ്റ് ചാർജ്. ഓൺലൈനായി നേരത്തെ തന്നെ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ സാൽമൺസിനെ വിളിക്കുന്നത് ചം സാൽമൺ അല്ലെങ്കിൽ ഡോഗ് സാൽമൺ എന്നൊക്കെയാണ്. എന്തായാലും ഇത്തവണയും നമ്മളിവിടെ വെറുതെ വന്നു, ഒരു കരടിയെപ്പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാം. കഴിഞ്ഞ വർഷം ആ റോഡ് ട്രിപ്പ് പോയിട്ട് നമ്മൾ സാൽമൺ ഗ്ലേഷ്യറെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചതാണ് ഒരു ഹെലികോപ്റ്റർ റൈഡ് എടുത്ത് ഏതെങ്കിലും ഒരു ഗ്ലേഷ്യറിൻ്റെ മേളിൽ പോയി ലാൻഡ് ചെയ്യണമെന്നുള്ളത്. എന്തായാലും ഇത്തവണ ആഗ്രഹം അങ്ങ് സാധിച്ചു. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. 30 മിനിറ്റത്തെ ഹെലികോപ്റ്റർ റൈഡിന് $1300 ആവുന്നത്. പൈലറ്റ് ചോയ്സ് എന്നാണ് ഈ ഹെലികോപ്റ്റർ റൈഡിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ട് സാൽമൺ ഗ്ലേഷ്യറിൻ്റെ മേളിലൂടെയൊക്കെ പറന്ന് ഇവിടുത്തെ ക്യാംബ്രിയ ഐസ് ഫീൽഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിനുശേഷം ഏതെങ്കിലും ഒരു ഗ്ലേഷ്യറിൽ പോയി ഇറങ്ങുന്നതാണ് ഈ ടൂർ പാക്കേജ്. ശരിക്കും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ തന്നെ ഇപ്പോൾ കാണുന്നതാണ് സാൽമൺ ഗ്ലേഷ്യർ. ഈ ഗ്ലേഷ്യറാണ് കേട്ടോ നോർത്ത് അമേരിക്കയിലെ നമുക്ക് റോഡ് മാർഗം വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗ്ലേഷ്യർ. കിലോമീറ്ററുകൾ ദൂരത്തിലാണ് കേട്ടോ ഈ ഗ്ലേഷ്യർ ഇങ്ങനെ ഒഴുകി കിടക്കുന്നത്. ശരിക്കും ഇതൊന്നും ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സാധാരണ പ്ലെയിനിൽ കയറുന്ന പോലെയല്ല കേട്ടോ. ഹെലികോപ്റ്റർ റൈഡ് ശരിക്കും നമുക്കൊന്ന് പേടിയൊക്കെ തോന്നുന്ന നല്ല അടിപൊളി ഒരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്രയും വലിയ മലനിരകളുടെയൊക്കെ അടുത്തൂടെ ആകുമ്പോൾ ആ യാത്ര നൽകുന്ന ഫീല് ഒന്ന് വേറെ തന്നെയാണ്. ഇൻ്റർകണക്റ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ ഗ്ലേഷ്യേഴ്സ് എല്ലാം കിടക്കുന്നത്. സോ അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇവയെ ഐസ് ഫീൽഡ് എന്ന് പറയുന്നത്. BCയോട് ചേർന്ന് കിടക്കുന്ന ഈ ഐസ് ഫീൽഡുകളെ വിളിക്കുന്നതാണ് ക്യാംബ്രിയ ഐസ് ഫീൽഡ് എന്ന്. വിൻ്റർ തുടങ്ങുമ്പോൾ തൊട്ട് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -20 തൊട്ട് -30 വരെയാണ്. ഇതിപ്പോൾ ഒരു സമ്മർ ടൈമാണ്. എങ്കിലും നമ്മൾ ഗ്ലേഷ്യറിൽ പോയി ലാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇനി എങ്ങാനും അവിടെ തണുപ്പാണെങ്കിലോ എന്ന് വിചാരിച്ച് എല്ലാവരും ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ വെറുതെ ഐസ് ഒഴുകി കിടക്കുവാൻ തോന്നും കേട്ടോ. പക്ഷേ അങ്ങനെയല്ല. ഇതുകൊണ്ട് ഇങ്ങനെ വളരെ വിണ്ട് കീറിയാണ് ഈ ഐസ് ഇങ്ങനെ ഒഴുകി കിടക്കുന്നത്. ചിലതിനൊക്കെ നല്ല വലിയ ആഴമാണ് കേട്ടോ. അതിനകത്തൊക്കെ ഒന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ വളരെ പാടായിരിക്കും. നമ്മുടെ പൈലറ്റ് ആണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ജീവിതത്തിൽ അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു ഗ്ലേഷ്യറിൽ കാലുകുത്താൻ പോവുകയാണ്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യുന്ന ഈ ഒരു സ്പോട്ടിൽ ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. സമ്മർ ടൈം ആയതുകൊണ്ടായിരിക്കാം ജാക്കറ്റ് ഇടേണ്ട അത്ര തണുപ്പൊന്നുമില്ല. എന്നാൽ നല്ല രസമുള്ളൊരു തണുപ്പാണ് ഇവിടെ മുഴുവൻ. ഗ്ലേഷ്യറിൽ ഫോം അയക്കുന്ന ഒരു ലേക്കിന് അത്യാവശ്യം വലുപ്പമുണ്ട്. ഗ്ലേഷ്യർ വാട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല നീല നിറത്തിലാണ്. മൂന്നോ 4 മിനിറ്റ് മാത്രമേ കിട്ടൂ നമുക്കിവിടെയൊക്കെ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ അധിക സമയം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ നോർമൽ ഷൂ ഇട്ടുകൊണ്ട് ഇതിലുമഴയൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തെന്നി വീഴാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ നമുക്കിവിടുന്ന് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ലൈഫ് ലോങ് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്.
അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. നമ്മുടെ ഫസ്റ്റ് അലാസ്കൻ ട്രിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലൊന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.